ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ പ്രഥമസ്കന്ധം 3-ാം അധ്യായത്തിലെ 28-ാം ശ്ലോകത്തിലാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്നത്. സനാതനധർമ്മത്തിലും ഭാഗവത പ്രസ്ഥാനത്തിലും വളരെ പ്രാധാന്യമുള്ള പ്രമാണവാക്യമാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. കൃഷ്ണൻ സാക്ഷാൽ ഭഗവാൻ തന്നെയാകുന്നു എന്നാണ് ഇതിനർത്ഥം. മറ്റ് അവതാരങ്ങളെല്ലാം ഭഗവാന്റെ അംശങ്ങളോ കലകളോ ആണ്. എന്നാൽ കൃഷ്ണാവതാരം പൂർണ്ണ അവതാരമാണ്. ശ്രീമദ് ഭാഗവതത്തിൽ 22 അവതാരങ്ങളെക്കുറിച്ച് വിവരിച്ച ശേഷം സൂതൻ ശൗനകാദി മഹർഷികളോടാണ് കാതലായ ഈ സത്യം ഉപദേശിക്കുന്നത്. അവതാരങ്ങളെല്ലാം ആദിപുരുഷനായ ഭഗവാന്റെ അംശങ്ങളോ കലകളോ ആണ്. എന്നാൽ കൃഷ്ണൻ സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അസുരന്മാരെ കൊണ്ട് ലോകം ദുരിതത്തിലായപ്പോൾ ലോകത്തെ രക്ഷിക്കാനും അതുപോലെ തന്നെ ലോകത്തെ ആനന്ദിപ്പിക്കാനുമാണ് ഭഗവാൻ ഓരോരോ യുഗത്തിലും അവതരിച്ചിരിക്കുന്നത്. നമ്മുടെ ഹൈന്ദവ വിശ്വാസപ്രകാരം ഭഗവാന്റെ 16 കലകളും ഒത്തുചേർന്ന ഏക അവതാരമാണ് ശ്രീകൃഷ്ണാവതാരം. ഒരു മനുഷ്യനായി ജീവിച്ച് അതേ സമയം തന്നെ പരമാത്മാവിൻ്റെ എല്ലാ ലീലകളും ഐശ്വര്യങ്ങളും പ്രകടമാക്കിയ അവതാരമാണ് കൃഷ്ണാവതാരം. ഈ പ്രപഞ്ചത്തിൻ്റെ പരമമായ സത്യവും ആനന്ദവും ഏതാണോ അത് തന്നെയാണ് ശ്രീകൃഷ്ണനായി അവതരിച്ചത് എന്നതാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാവർക്കും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.